എൻ്റെ പേര് ആശ്രിത. ഞാൻ വരുന്നത് വൈക്കത്ത് നിന്നാണ്. ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ ഉടമ്പടിയിലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ +2 പഠിച്ചതിന് ശേഷം ജർമ്മൻ പഠിക്കുകയായിരുന്നു. ആദ്യമേക്ക് എനിക്ക് ഭയങ്കര പാടായിരുന്നു അത് പഠിക്കാനും. ഇത് പാസ്സാകുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഞാൻ അമ്മേനോട് മാതാവിനോട് നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. അമ്മയുടെ ഉടമ്പടിയിലാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പെട്ടെന്ന് തന്നെ B2വിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് കിട്ടുകയും എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാനും സാധിച്ചു. പക്ഷേ പിന്നീടാണ് എൻ്റെ ലൈഫിൽ ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പ്രോസസ്സിങ്ങിന് കൊടുത്തിട്ട് ഞാൻ ഇൻ്റർവ്യൂ പാസ്സാകുമെങ്കിലും എനിക്ക് കോൺട്രാക്റ്റ് ലഭിച്ചിരുന്നില്ല. ഏജൻസിക്കാരെ വിളിക്കുമ്പോൾ അവർ വരും, നീ വെയിറ്റ് ചെയ്യ്, എന്തായാലും വരുമെന്ന് പറഞ്ഞ് എനിക്ക് ഉറപ്പ് തന്നുകൊണ്ടിരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടു. ആ സാക്ഷ്യത്തിൽ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, എൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഞാൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് മനസ്സിലായി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് എനിക്ക് കോൺട്രാക്റ്റ് ഏജൻസിക്കാർ അയച്ചെങ്കിലും പക്ഷെ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നില്ല. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്തൊരു ഹോസ്പിറ്റലിൽ നിന്ന് അറ്റ്ലീസ്റ്റ് A1 ലെവൽ പാസ്സായ കുട്ടികൾക്ക് പോലും കയറി പോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കോൺട്രാക്റ്റ് ആയിരുന്നു. B2 പാസ്സായ എനിക്ക് അതിന് പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ തീരുമാനിച്ചു ഞാൻ ആ കോൺട്രാക്റ്റിൽ അതിൽ പോകുന്നില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടും എൻ്റെ കാര്യങ്ങൾ ഇത്രയും തടസ്സങ്ങൾ വന്നതെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ കേട്ടു പത്രപ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച്. എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ കൊടുക്കില്ലായിരുന്നു. വീട്ടിൽ തന്നെ ഞാൻ വെക്കും. ഞാൻ പത്രം കൊടുക്കത്തേ ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ പിന്നീട് ഉടനെ തന്നെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പത്രം പിറ്റേ ദിവസം തന്നെ ജനറൽ ഹോസ്പിറ്റലിലും ബസ് സ്റ്റോപ്പുകളിൽ ഞാൻ കൊടുത്തു. വെറുതെ ഞാൻ കൊടുത്തില്ല. ഓരോരുത്തരോടും മാതാവിനെയും ഈശോനെയും കൃപാസനത്തെയും ഇവിടുത്തെ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞാണ് അവർക്ക് ഞാൻ കൊടുത്തത്. പിന്നീട് എൻ്റെ ലൈഫിലുണ്ടായെന്ന് പറഞ്ഞാൽ ഭയങ്കര മിറാക്കിളാണ്. ഞാൻ വിളിച്ച ഫോൺ എടുക്കാതിരുന്ന ഏജൻസിക്കാരെ എന്നെ ഇങ്ങോട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചു. മോൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ടഫായിരിക്കും, നല്ല ലാംഗ്വേജ് ലെവൽ വേണം, ജർമ്മനിയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് തന്നെ നീ ലാംഗ്വേജ് നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുവാണ്, മാതാവ് എനിക്കിത് തന്നെമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് നല്ലതാണെങ്കിൽ ഇതിന് പോകാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂ ഭയങ്കര ടഫായിരുന്നു. ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാണ് ഇൻ്റർവ്യൂവിൽ ഇരുന്നത്. എനിക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ടൈമിൽ വീട്ടിൽ കറണ്ട് പോവുകയും വൈഫൈ ഓഫാകുകയും ചെയ്തു. എന്നാലും പിന്നീട് പിറ്റേ ദിവസം തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയെന്ന് ഏജൻസിക്കാർ വിളിച്ചു പറഞ്ഞു. എന്നാലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് കിട്ടിയാലും നമുക്കൊന്ന് ഉറപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കോൺട്രാക്റ്റ് വന്നു. ഞാൻ പിന്നീടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിൽ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ എനിക്ക് അക്കോമഡേഷൻ റെഡിയായി, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. VFSൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ ഞാൻ ജനുവരി 17 എനിക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാണ് VFSൽ പോയത്. വിസക്ക് അപ്ലൈ ചെയ്തു. 8 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ ഡിസ്പാച്ചായി. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്കിത് കിട്ടുമെന്ന്, എനിക്ക് മാതാവ് തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ എനിക്ക് വിസ ലഭിച്ചു. എനിക്ക് ഏപ്രിൽ 1 ഞാൻ ജർമ്മനിക്ക് പോകുവാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ജർമ്മനിയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൻ്റെ കീഴിലാണ് ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. ഉയർന്ന സ്റ്റൈഫൻഡോട് കൂടി പഠിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് നൽകി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രങ്ങളിപ്പോൾ എല്ലാം പുതുക്കുമ്പോൾ എല്ലാ പത്രങ്ങളും ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ജർമ്മൻ പഠിക്കുന്ന ഫ്രണ്ട്സിന് തന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. അപ്പോൾ അവർ 2 പേരെ എനിക്കിവിടെ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് കൊന്ത അറിയില്ല, ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ കൊന്ത പഠിക്കുകയും കൊന്ത ചൊല്ലാറുമുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് ഞാൻ അത് കൊടുക്കും.
വീട്ടിലെ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ഇതിന് വരികയാണെങ്കിലും ഞാൻ എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് ആ പൈസ വീട്ടിൽ നിന്ന് കൊടുക്കാറുണ്ട്. 2 വർഷമായിട്ടാണ് ഞാൻ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നത്. 1 വർഷം തന്നെ എക്സാം ഇതെല്ലാം ആയിട്ട് പോയി. പിന്നെ 1 വർഷത്തോളമായി എനിക്ക് പ്രോസസ്സിങ്. ഏജൻസിക്കാർ അത്രയും ഇങ്ങനെ ലാഗാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് ഉടമ്പടി എടുത്ത് ഞാൻ പത്രമൊക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ മാതാവ് ഞാൻ എഴുതിയ എല്ലാ നിയോഗങ്ങളും എനിക്ക് സഹായിച്ചു തന്നു. പ്രധാനമായിട്ടും ഞാൻ എൻ്റെ ജർമ്മൻ പഠനത്തും തുടർന്നുള്ള പ്രോസസ്സിങ്ങും വിദേശത്ത് പോകാനും വേണ്ടിയാണ് നിയോഗങ്ങൾ വെച്ചത്. സങ്കീർത്തനം 32:8 ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. തനിക്ക് ജർമ്മനിക്ക് പോകുന്നതിനുണ്ടായിരുന്ന ആ തടസ്സങ്ങൾ നീങ്ങി താൻ ഉടനെ ജർമ്മനിക്ക് പോകുവാനായിട്ട് തയ്യാറായി. തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ തനിക്കതിനുള്ള വഴി തുറന്നതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ആദ്യമേ തൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്നു. അമ്മയുടെ ഉടമ്പടിയിൽ താൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടും തനിക്ക് പോകുന്നതിനുള്ള വഴികളൊന്നും തുറക്കാതെ വരുമ്പോൾ ഈ മകൾ തന്നെ തീരുമാനമെടുത്തു, ഞാൻ തന്നെ പോയി ഉടമ്പടി എടുക്കണം. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് എങ്ങനെയാണ് 2 വർഷമായിട്ട് താൻ കാത്തിരുന്ന, അതായത് പ്രോസസ്സിങ് നടന്നിട്ട് തൻ്റെ പ്രോസസ്സിങ്ങിനൊന്നും സ്പീഡില്ല, അതുപോലെ തടസ്സങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നു. ഇങ്ങനെയുള്ള ഒരവസരത്തിലാണ് ഉടമ്പടിയിലൂടെ പിന്നീട് തനിക്ക് എത്രമാത്രം സ്പീഡപ്പിലാണ് പിന്നീട് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടത്. അതുതന്നെയാണ് ടൈം ഷോർട്ടനിങ് എന്ന് ഉടമ്പടിയിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നാം ഇവിടെ കാണുക. അങ്ങനെ തനിക്ക് ലഭിച്ചതിന് ഈ മകൾ നന്ദി അർപ്പിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനം അത് താനൊന്നും ചെയ്യില്ലായിരുന്നു. അത് മനസ്സിലാക്കുകയാണ്. ഇതിങ്ങനെ പോയാൽ പോരാ. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ അത് തനിക്ക് വ്യക്തമായി. പിന്നീട് താൻ കൃപാസന പത്രം കൊടുക്കുമ്പോൾ അത് വെറുതെ അല്ല കൊടുക്കുന്നത്, ഞാൻ എല്ലാവർക്കും കൊണ്ടു നടന്നു കൊടുക്കും. പരിശുദ്ധ അമ്മയെക്കുറിച്ച്, ഈശോയെക്കുറിച്ച്, കൃപാസനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. ഇതാണ് സ്റ്റാറ്റസ് ഡി പ്രൊമോഷൻ. അതായത് ഒരു ചമ്മലായിരുന്നു തനിക്ക് ആദ്യമേ കൃപാസന പത്രം കൊടുക്കുവാൻ. എന്നാൽ പിന്നീട് തൻ്റെ കൂട്ടുകാരോടൊക്കെ താൻ അറിഞ്ഞ കർത്താവിനെക്കുറിച്ച് പറയുവാൻ ഈ മകൾക്ക് മടി തോന്നിയില്ല, മടിച്ചില്ല. പിന്നീട് ധൈര്യം സംഭരിച്ച് ദൈവത്തെ താൻ സ്നേഹിക്കുന്നെന്നും ദൈവം തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് തനിക്ക് പിതാവായി തൻ്റെ കൂടെ നിന്ന് തന്നെ വഴി നടത്തുന്നത്, പരിശുദ്ധ അമ്മ, സ്വർഗീയ അമ്മയായിട്ട് തനിക്ക് എങ്ങനെ മാറി, ഇതൊക്കെ 19 വയസ്സുള്ള ആശ്രിത മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നു. അതിനുള്ള ധൈര്യം നേടിയെടുക്കുന്നു. അങ്ങനെ തന്നെ അവിടെ ഒന്നുമില്ലാതാക്കിക്കൊണ്ട് ഈ മകൾ മുമ്പോട്ട് പോകുമ്പോൾ ഈശോയോട് താതാത്മ്യപ്പെടുന്നു. അതായത് കുരിശുമരണത്തോളവും കീഴ്വഴങ്ങി പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിനോടാണ് നാം താതാത്മ്യപ്പെടുക. അതാണ് സ്റ്റാറ്റസ് ഡി പ്രൊമോഷൻ. ദൈവപുത്രനായിരുന്നിട്ടും തൻ്റെ ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കുരിശുമരണത്തോളം കീഴ്വഴങ്ങി ഉത്ഥാനത്തിലൂടെ നമ്മെ വീണ്ടെടുത്ത് ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകുന്ന കൃപകളാണ് ഇവിടെ ഓരോ മക്കളും പങ്കുവയ്ക്കുക. അതുപോലെ താൻ ഇന്ന് പോകുമ്പോൾ ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ തനിക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. അതും സ്റ്റൈഫൻറ്റോട് കൂടി തന്നെ തനിക്ക് അഡ്മിഷൻ ലഭിച്ച കാര്യവും, ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പവർ കട്ടുണ്ടായി, തടസ്സങ്ങളാണ്. എന്നാൽ പിന്നീട് അതും തനിക്ക് കൃപയാക്കി. അതായത് തൻ്റെ ആ ഇൻ്റർവ്യൂ പാസ്സാകുമോ എന്ന് പോലും തനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. ഏജൻസി വിളിച്ചു പറഞ്ഞു. പിന്നീട് തൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിളിച്ച് പറയുമ്പോഴാണ് തനിക്കത് കൂടുതൽ ബോധ്യപ്പെടുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ മകളിവിടെ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും പിടിച്ച് നേർച്ച വസ്തുക്കളുമായിട്ട് താൻ കടന്നുപോയ തടസ്സങ്ങളുടെ വഴിയിൽ തനിക്ക് കൃപയായി കൂട്ടിനുണ്ടായിരുന്ന ഉടമ്പടി ജീവിതം അതിന്ന് NRI ആക്കിയോ? അങ്ങനെ 1 വർഷത്തേക്ക് ആ ഉടമ്പടി തൻ്റെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കുട്ടി ഇന്ന് ഇവിടുന്ന് കടന്നു പോകുന്നു. ജപമാലയൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് തനിക്ക് അറിയില്ലായിരുന്നു. താൻ അതിനൊക്കെ സമയമെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഡെയിലി ബ്രെഡ് പ്രെയർ, ഉടമ്പടി, ആരാധന എല്ലാറ്റിലും സജീവമായിട്ട് പങ്കെടുത്ത്
ഇന്ന് സജീവ സാക്ഷിയായി ഈ മകള് മാറിയതിൻ്റെ അനുഭവമാണ് ഇവിടെ വന്നതെന്ന് പറയുന്നത്. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.